ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന ഒരു പ്ലാന്ററിൻ്റെ വീഡിയോ ആണ്, ഹാങ്ങിങ് പ്ലാന്റർ. കഴിഞ്ഞ ദിവസം നമ്മളൊരു കോക്കനട്ട് ഹാങ്ങിങ് പ്ലാന്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടി. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതുപോലത്തെ ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ ബോട്ടിലെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിലെടുക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വൂളൻ ത്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചാക്കുനൂല് എടുക്കാം, പിന്നെ മക്രമ ത്രെഡ് ഇല്ലേ അതൊക്കെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. വൂളൻ ത്രെഡ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ 2 ലെയർ എടുക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ 1 ലെയർ എടുത്താലും മതി. അപ്പോൾ അതാ ഈ നെക്കിൽ നമുക്കൊരു റൗണ്ടിലൊരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ട നീളം നോക്കിയിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കെട്ടി കൊടുക്കാം. ഇത് കെട്ടി കൊടുക്കുമ്പോൾ ടൈറ്റായിട്ട് കെട്ടണ്ട. നമുക്ക് എന്നിട്ട് ഈ റൗണ്ടിലുള്ള ഇതിങ്ങോട്ട് ഊരിയെടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ടൈറ്റായിട്ട് കെട്ടണ്ട, ജസ്റ്റ് ഒന്ന് കെട്ടിയാൽ മതി. ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം. ഇതാ ഇത് കണ്ടോ, ടൈറ്റായിട്ടല്ല, ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ഇനി പുതിയൊരു ത്രെഡ് എടുത്തിട്ട് ഈ ബോട്ടിൻ്റെ നീളം ഒന്ന് അളന്നെടുക്കുക. എന്നിട്ട് ആ നീളത്തിൻ്റെ 4 ഇരട്ടി ലെങ്തിൽ നമ്മൾ ഈ ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബോട്ടിലിൻ്റെ നീളം പിടിച്ചെടുക്കുക. എന്നിട്ട് ആ നൂല് 4ആയിട്ട് മടക്കി എൻ്റെ 4 ഇരട്ടി ലെങ്ത് കിട്ടുമല്ലോ. 4 ഇരട്ടി അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എന്നാലും 4 ഇരട്ടി മതി, അതിൻ്റെ കൂടുതൽ ആവശ്യം വരത്തില്ല. അതേപോലത്തെ 8 ത്രെഡ് കട്ട് ചെയ്തെടുത്തേ. അപ്പോൾ കുപ്പിയുടെ 4 ഇരട്ടി നീളമുള്ള 8 ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു ത്രെഡ് എടുക്കുക, അത് കറക്റ്റ് 2ആയിട്ട് മടക്കിയെടുക്കുക. കറക്റ്റ് നീളം പിടിച്ച് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുപ്പിയുടെ നെക്കിൽ കെട്ടിയിരുന്ന റൗണ്ടില്ലേ അതിങ്ങോട്ട് ഊരിയെടുക്കാം. ഇനി ആ റൗണ്ട് ഇതേപോലെ നിലത്ത് വെച്ചിട്ട് നമ്മൾ ഈ ത്രെഡ് 2ആക്കി മടക്കിയെടുത്തപ്പം ആ മടങ്ങി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിതാ ഇതേപോലെ ആ റൗണ്ടിനകത്ത് കയറ്റുക. എന്നിട്ട് മറ്റേ എൻഡ് ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ഇതാ ഇതേപോലെ കയറ്റുക. അപ്പോൾ ഇതാ ഒരു കെട്ട് കിട്ടി. ഇതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ ത്രെഡും ചെയ്യുക. 8 ത്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ ത്രെഡും ഇതാ ഇതേപോലെ 2ആയിട്ട് മടക്കി എടുക്കുക. എന്നിട്ട് ആ മടക്കിയ ആ പോർഷൻ ഉണ്ട് ഇതാ ഇത്, അതെടുത്തിട്ട് ആ റിങ്ങിനകത്തേക്ക് കയറ്റുക. എന്നിട്ട് മറ്റേ എൻഡ് ഉണ്ടല്ലോ ആ എൻഡ് ഇതിനകത്തേക്ക് ഇതാ ഇതേപോലെ കയറ്റുക. എന്നിട്ടെങ്കിൽ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കെട്ട് വീണു. പിന്നെ ഇതിവിടെ ടൈറ്റ് ആക്കണ്ട, ഇപ്പോൾ ഒരുപാട് ടൈറ്റ് ആക്കണ്ട, നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നീക്കി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതേപോലെ ഇതാ 8 എണ്ണവും ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു നടക്കുന്ന ഒരു സൈഡിലേക്ക് 4 എണ്ണവും മറ്റേ സൈഡിലേക്ക് 4 എണ്ണവും വെച്ചാൽ മതിയേ. ഇനി ഇതൊന്നും ടൈറ്റ് ചെയ്യണ്ട. ടൈറ്റ് ചെയ്യണം, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് ടൈറ്റ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ മതി. ഇനി നമുക്കിതെടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ റിങ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ആ റിങ് കെട്ടി പറഞ്ഞായിരുന്നു ടൈറ്റ് ചെയ്ത് കെട്ടണ്ടെന്ന്. ഇപ്പോൾ നമ്മളിതെല്ലാം കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ആ ആദ്യത്തെ റിങ്, അതായത് ആ ഉള്ളിലത്തെ ആ റിങ് പോർഷൻ ഒന്ന് അഴിച്ചിട്ട് നല്ലതുപോലെ നെക്കിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. ഇത് നല്ലതുപോലെ 2-3 വട്ടം കെട്ടി നല്ലതുപോലെ ടൈറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ ആ കെട്ടിയിട്ടിരിക്കുന്ന 8 ത്രെഡ് ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. എല്ലാം ഒരേ ഡിസ്റ്റൻസ് വരുന്നത് പോലെ ആക്കി വെക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അതും നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടണ്ടെന്ന്. ഇതാ ഇപ്പോൾ അതെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആക്കി ഞാൻ എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഇനി അതിങ്ങനെ പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ടൈറ്റ് ആവും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല കേട്ടോ. കൂടെ ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കാൻ മറക്കണ്ട, ഓൾ ഓപ്ഷൻ കൊടുക്കണേ. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ചെരിച്ച് വയ്ക്കുക. എന്നിട്ട് അടുത്തടുത്തുള്ള 2 കെട്ടുണ്ടല്ലോ അത് 2ൽ നിന്നും ഓരോ ത്രെഡ് എടുക്കുക, ഇതാ ഇതുപോലെ. എന്നിട്ട് ആ 2 ത്രെഡും കൂടെ ഇതാ ഇതേപോലെ കുറച്ചൊരു നീളത്തിലെടുത്തിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ബാക്കി പോർഷൻ ഇതേപോലെ ചുറ്റിയെടുക്കുക, കൈയുടെ അടിയിൽ കൂടെ എടുക്കുക. എന്നിട്ട് ആ എൻഡ് കൊണ്ടുവന്ന് ഇതാ ഇതേപോലെ അകത്തേക്ക് കയറ്റുക. ഇതാ ഇപ്പോൾ അവിടെ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കെട്ടുന്നതും ഒരുപാട് പേർക്ക് അറിയാവുന്ന മെത്തേഡ് തന്നെയാണ്. ഞാൻ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ കെട്ടി അതിൻ്റെ ഒരു ബാക്കിയൊരു ത്രെഡ് ഉണ്ടല്ലോ അതും തൊട്ടടുത്തുള്ള സെറ്റിൽ നിന്നും ഒരു ത്രെഡ് കൂടി എടുക്കുക. എന്നിട്ട് അവിടെയും ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഒരു ഡയഗണലിൻ്റെ ഷേപ്പ് പോലെയല്ലേ കിട്ടുന്നത്, അതെല്ലാം ഒരേ ലെങ്തിൽ വരുന്നത് പോലെ കെട്ടിയിടുക കേട്ടോ. ഇതാ ഇത് കണ്ടോ, എല്ലാം ഏകദേശം ഒരേ ലെങ്തിൽ കിട്ടിയില്ലേ. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ഇത് തന്നെയാണ്. തൊട്ടടുത്തുള്ള 2 നോട്ടിലും ഓരോ ത്രെഡ് എടുക്കുക. എന്നിട്ട് അത് രണ്ടും ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ കെട്ടിയിടുക. ഇതേപോലെ ചുറ്റിനും എല്ലാ ത്രെഡിനും ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെറ്റ് വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. അങ്ങനെ താഴെ വരെ ഇതേപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ഇതേപോലെ താഴെ വരെ കെട്ടുമ്പോൾ നമുക്കൊരു നെറ്റ് പോലെ കിട്ടും. ഞാൻ ഇതാ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴത്തെ പോർഷനിൽ ഇതാ ഇതേപോലെ പിടിച്ചിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ടൊന്ന് വലിച്ചെടുക്കാം. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി ടൈറ്റായിട്ട് പിടിച്ചിട്ട് ബോട്ടിൽ മാത്രം ഇതാ ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് എല്ലാം നല്ല ടൈറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഈ സെയിം ത്രെഡ് എടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കാം. നമ്മൾ കൊടുക്കുന്ന ഈ ത്രെഡിലാണ് ഈ ബോട്ടിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. നല്ല ത്രെഡും യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇത് നല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ കെട്ടുന്ന ത്രെഡിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് എടുത്തിട്ട് നമ്മൾ മേളിൽ നിന്ന് വന്ന ആ നെറ്റ് ഉണ്ടല്ലോ അതിനിടയ്ക്കൂടെയൊക്കെ ഒന്ന് കയറ്റി വിടുക കേട്ടോ. ഒന്നുകൂടെ ഇതേപോലെ ഒന്ന് കയറ്റി കോർത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സേഫ് ആയിട്ടിരിക്കും. എന്നിട്ട് അതൊന്ന് അവിടെ കെട്ടി വെച്ചിരുന്നാൽ മതി. ഇതേപോലെ 2-3 ത്രെഡിലൊക്കെ കയറ്റി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് രണ്ടറ്റവും കൂടി ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ ആ ചെറിയ ലെങ്തുള്ള അതങ്ങ് കട്ട് ചെയ്ത് കളയാം. നീളമുള്ളത് അവിടെ കിടന്നോട്ടെ, ബാക്കി ത്രെഡിൻ്റെ കൂടെ കിടന്നോളും. ഇനി ഈ ബാക്കി കിടക്കുന്ന ത്രെഡിൽ നിങ്ങളുടെ കയ്യിൽ നല്ല മുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കോർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനത്തെ മുത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ത്രെഡ് ഇങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ. ഇനി ഇതാ വലിയ നീളത്തിലൊരു ത്രെഡ് എടുക്കുക. നമ്മൾ കെട്ടി തൂക്കാനുള്ളതാണിത്. അപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നീളമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും നീളത്തിലെടുക്കുക കേട്ടോ. പിന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 2-3 ലെയറൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് വുളൻ ത്രെഡ് ആയതുകൊണ്ട് ഞാൻ 2 ലെയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെടുത്ത ആ ത്രെഡിനെ ഇതേപോലെ കറക്റ്റ് 2 ആക്കി മടക്കുക. എന്നിട്ട് ആ ത്രെഡ് ഇതേപോലെ 2 ആക്കി മടക്കിയത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു പകുതിയിൽ കുറച്ച് കുറവുള്ള പോർഷനിൽ വെച്ച് ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. ഇതുപോലെ വരും. ഇനി അവിടെ 2-3 വട്ടം കെട്ടിയിട്ട് അവിടെ നല്ല ടൈറ്റ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ ടൈറ്റ് ആക്കിക്കോ. ഇനി ബോട്ടിലെടുത്തിട്ട് ബോട്ടിലിൻ്റെ നെക്കിൽ ഇതേപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഈ 2 കെട്ടും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് പോലെ കെട്ടണേ. അവിടെയും നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. ആ നെറ്റിനിടയ്ക്ക് കൂടെ ഒന്ന് കോർത്തെടുത്തിട്ട് ഒന്നുകൂടി കെട്ടിക്കൊടുക്കുക കേട്ടോ. അങ്ങനെ 2-3 വട്ടം കെട്ടുമ്പോൾ നല്ല ടൈറ്റ് ആയിക്കോളും. ഇനി ഇപ്പോൾ ബോട്ടിലിൻ്റെ മേളത്തെ പോർഷനിൽ ഞാൻ ഈ ത്രെഡ് വെച്ചിട്ട് നെക്കൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അത് വൈറ്റ് ഗ്ലൂ ആണെങ്കിലും മതി കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ആ നെക്കിലൊരു റൗണ്ട് കെട്ടില്ല, അതിൻ്റെ ബാലൻസ് വെച്ച് നീങ്ങിപ്പില്ലേ, അതുകൂടി കവർ ചെയ്തങ്ങ് ചുറ്റി കൊടുത്തു. അപ്പോൾ അതും അവിടെ ടൈറ്റായിട്ടിരിക്കും. അങ്ങനെ നെക്കിൽ ചുറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ ഹാങ് ചെയ്യാനുള്ള ഈ ത്രെഡ് കൂടി ഒന്ന് കെട്ടിയെടുക്കണം. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതാ ഒരു എൻഡ് മറ്റേ ആ റൗണ്ടിലുള്ള എൻഡിനുള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് അവിടെ നല്ലതുപോലെ 2-3 വട്ടം കെട്ടി കൊടുക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കുക. നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ അത് ഊരിപ്പോവരുത്. അങ്ങനെ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുത്തു. നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലിടുന്നത് മണി പ്ലാന്റ് ആണ്. ഏത് വാട്ടർ പ്ലാന്റ് വേണമെങ്കിലും ഇടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പല കുപ്പീസ് ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സിന് അയച്ചു തരാൻ മറക്കരുത്. FB പേജ് ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടെ ബെലൈക്കൺ എനേബിൾ ചെയ്യണം, ഓൾ ഓപ്ഷൻ കൊടുക്കണം. പിന്നെ ലൈക്ക് കമൻറ്റ് ഒക്കെ മറക്കാതെ തന്നേക്കണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. പിന്നെ വന്നിട്ട് പോകുമ്പോൾ കമൻറ്റ് ഇടാൻ മറക്കരുത്. എനിക്കറിയണം നിങ്ങളിവിടെ വന്നെന്ന്. അപ്പോൾ ബൈ, സീ യു, താങ്ക് യു, ലവ് യു ഓൾ.